الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്ന എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അവർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിരിക്കുന്നത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ولا يظلمون نقيرا. സഹോദരങ്ങളെ, മുസ്ലിം വനിത കണ്ണീരും യാഥാർത്ഥ്യവും, ഇതാണ് ഇന്നത്തെ ചർച്ചയുടെ തലക്കെട്ട്. മാർച്ച് മാസം 18 വെള്ളിയാഴ്ച ഇസ്ലാമിനെ നന്നാക്കാനും മുസ്ലിം വനിതയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഏറെ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ല് നടന്ന ദിവസമാണ്. ഒരു സാധാരണ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിലും ഒരു പ്രാധാന്യവും ആ തീയതിക്കില്ല എന്ന് നമുക്കറിയാം. നമുക്കാർക്കും ആ തീയതി ഓർമ്മയില്ല, ആ തീയതി ഓർത്തു വെക്കാറുമില്ല. അന്നെന്ത് നടന്നു എന്നും നമുക്കറിയില്ല. അന്ന് നടന്നത് ന്യൂയോർക്കിലെ കത്തീഡ്രൽ ദേവാലയത്തിലെ ഒരു ഹാളിൽ വെച്ച് ഇസ്ലാമിലെ പുരുഷ മേധാവിത്വത്തെ ശക്തമായി വെല്ലുവിളിച്ചുകൊണ്ട് ഒരു മുസ്ലിം വനിത ആദ്യമായി വെള്ളിയാഴ്ച ഖുതുബ പ്രഭാഷണം നിർവഹിച്ച ദിവസമാണ്. ഈ ദിവസം ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഒരു സാധാരണ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളമോ അതല്ലെങ്കിൽ മുസ്ലിം അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളമോ ചരിത്രത്തിൽ ഒരു പ്രാധാന്യവുമുള്ള ഒരു ദിവസമായി തോന്നിയിട്ടില്ല, അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ ഇസ്ലാമിനെ നന്നാക്കുകയും മുസ്ലിം വനിതകൾ കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡനങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തേണ്ടത് തങ്ങളുടെ ബാധ്യതയും തങ്ങളുടെ ഏറ്റവും വലിയ ഒരു ജീവകാരുണ്യ പ്രവർത്തനവുമാണ് എന്ന് കരുതുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു മാറ്റത്തിന്റെ, വിപ്ലവത്തിന്റെ ഇടിമുഴക്കം സൃഷ്ടിച്ച ദിവസമായിരുന്നു.
മുസ്ലിം സമുദായത്തിൽ ഇടിമുഴക്കം പോയിട്ടൊരു മുഴക്കം പോലും അതുണ്ടാക്കിയില്ല. എന്തായിരുന്നു സംഭവങ്ങൾ? ഇന്ന് ലോകത്തെമ്പാടും മുസ്ലിം വനിതയ്ക്ക് വേണ്ടിയുള്ള കണ്ണുനീര് ഒഴുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ന് മാത്രമല്ല, ഒരുപാട് നാളായി കണ്ണുനീര് ഒഴുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു മുസ്ലിം പെണ്ണിനു വേണ്ടി. നമ്മളെല്ലാവരും പ്രത്യേക സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട് ആ കണ്ണുനീര്. ആ ഗദ്ഗതവും കണ്ണുനീരുമെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഇതിന്റെ പിന്നിൽ മുസ്ലിം വനിതയുടെ പ്രയാസങ്ങളെക്കുറിച്ചുള്ള ആവലാതിയും വേവലാതിയുമാണ് എന്ന് ചില നിഷ്കളങ്കരെങ്കിലും തെറ്റിദ്ധരിച്ചു പോകാനിടയുണ്ട്. എന്നാൽ വസ്തുത എന്താണ് എന്ന് അന്വേഷിക്കേണ്ടത് സത്യസന്ധമായി കാര്യങ്ങൾ വിലയിരുത്തുകയും പഠിക്കുകയും ചെയ്യാൻ പരിശ്രമിക്കുന്ന ആളുകളുടെ അനിവാര്യതയാണ്. ആ വസ്തുത പരിശോധിക്കുവാൻ വേണ്ടിയുള്ളൊരു പരിശ്രമമാണ് നാം നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ ആമിന വദൂദ് വെർജീനിയ യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിക് സ്റ്റഡീസിന്റെ പ്രൊഫസറാണ്. അവരാണ് ഇസ്ലാമിക് ഫെമിനിസത്തിന്റെ ചരിത്രത്തിലെ ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പായി സൂചിപ്പിക്കപ്പെടുന്ന ഖുതുബ പ്രസംഗത്തിന് നേതൃത്വം നൽകിയത്. ആ ഖുതുബ നടത്തിയത് ന്യൂയോർക്ക് സിറ്റിയിലെ മുസ്ലിം പള്ളികളുടെ വാതിലുകൾ മുഴുവനും ഞങ്ങൾ മുട്ടിയിട്ട് ഒരു പെണ്ണിനെ ഖുതുബ പറയാൻ അവരാരും സമ്മതിച്ചില്ല എന്നും അതിന് വാതിൽ തുറന്നു തന്നത് ഈ കത്തീഡ്രലിന്റെ ആളുകളാണ് എന്നും അതുകൊണ്ടാണ് കത്തീഡ്രലിന്റെ ഹാളിൽ വെച്ച് ഞങ്ങൾക്ക് ഖുതുബ നടത്തേണ്ടി വന്നത് എന്നുമാണ് ഡോക്ടർ ആമിന വദൂദിന്റെയും ആളുകളുടെയും വിശദീകരണം, അനുയായികളുടെയും. പക്ഷെ അവർ തിരിച്ചു ചോദിച്ചില്ല. ഈ കത്തീഡ്രൽ ഉൾക്കൊള്ളുന്ന കത്തോലിക്ക സഭ ഇതുവരെ ഒരു പെണ്ണിന് പുരോഹിത പട്ടം നൽകേണ്ടതുണ്ട് എന്ന് തീരുമാനിച്ചിട്ടില്ല എന്ന കാര്യം. ഈ കത്തീഡ്രൽ ഉൾക്കൊള്ളുന്ന കത്തോലിക്ക സഭ അവർക്ക് അവിടുത്തെ അവസ്ഥകൾ അനുസരിച്ചുകൊണ്ട് അവരുടെ മതപരമായ കാര്യങ്ങൾ അനുധാവനം ചെയ്തുകൊണ്ട് ഇന്നും ഒരു പെണ്ണിനെ പുരോഹിത സ്ഥാനത്തേക്ക് പോയിട്ട് കൃത്യമായ അൾത്താരയിൽ ജനങ്ങളെ അഭിമുഖീകരിച്ച് നിൽക്കുവാൻ വരെ ഇതുവരെ അവസരം നൽകിയിട്ടില്ല എന്ന വസ്തുത ആ കൊടുത്ത പള്ളിക്കാർക്കോ പ്രസംഗിച്ച ആളുകൾക്കോ പ്രശ്നമായിരുന്നില്ല. ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന് വേണ്ടിയുള്ള, മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള കരച്ചിലുകളുടെ, ഗദ്ഗതങ്ങളുടെ യഥാർത്ഥത്തിലുള്ള സ്രോതസ് എന്താണ് എന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടർ ആമിന വദൂദാണ് ജുമാ നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് എന്ന്. അവരുടെ പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട്, 1999 പുറത്തിറങ്ങിയ ഖുർആൻ ആൻഡ് വുമൺ എന്നാണ് പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിന് സത്യത്തിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഇറങ്ങിയ കുറേയേറെ പുസ്തകങ്ങളുടെ തുടർച്ച എന്നുള്ള നിലക്കാണ് അവരുടെ പുസ്തകം കടന്നു വന്നത്. മൊറോക്കക്കാരിയായ ഫാത്തിമ മെർണിസി 980കളുടെ അവസാനം മുതൽ മൊറോക്കോയിലെ മുസ്ലിങ്ങൾക്കിടയിൽ നിലവിലുള്ള അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുക എന്ന മുഖം വെച്ചുകൊണ്ട് എഴുതിയ പുസ്തകങ്ങളിൽ മുഴുവനും ഇസ്ലാമിന് നേരെയുള്ള കുന്തമുനകൾ നമുക്ക് കാണാൻ കഴിയും. ഫാത്തിമ മെർണീസിയാണ് ഇസ്ലാമിക് ഫെമിനിസത്തിന്റെ മാതാവായി അറിയപ്പെടുന്നത്. ഫാത്തിമ മെർണീസിയുടെ ബിയോണ്ട് ദ വീൽ എന്ന പുസ്തകവും
അതേപോലെ തന്നെ ദ വീൽ ആൻഡ് മുസ്ലിം മെലൈറ്റ് എന്ന പുസ്തകവും പാശ്ചാത്യ ലോകത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട സ്വീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. ഈ പുസ്തകങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ മൊറോക്കോയിലെ മുസ്ലിം സമുദായത്തിലെ ഇടയിൽ നടക്കുന്ന അനാചാരങ്ങൾ എടുത്തു പറഞ്ഞ് നേരെ ഇസ്ലാമിലേക്ക് അതിനെയെല്ലാം വരവ് വെച്ച് ഇസ്ലാമിന്റെ അടിച്ചമർത്തലിന് കീഴിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിം വനിതയുടെ വിമോചനം എന്ന സ്വപ്നവുമായി അവർ കുറെ കണക്കുകൾ കൂട്ടുന്നുണ്ട്. മൊറോക്കോയിൽ വെച്ച് ഇസ്ലാമിക വിമോചനത്തിന്റെ ശബ്ദത്തിന് അവർ തുടക്കം കുറിച്ചത് സമൂഹമധ്യത്തിൽ വെച്ച് ശിരോവസ്ത്രം കത്തിച്ചു കളഞ്ഞുകൊണ്ടായിരുന്നു എന്നതും അവരുടെ ജീവചരിത്രത്തിന്റെ ഭാഗമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അവരുടെ ഈ പുസ്തകങ്ങളുടെ ഒരു ടേണിംഗ് പോയിന്റ് 1990-കളുടെ അവസാനമാകുമ്പോഴേക്ക് നമ്മൾ കാണുന്നു. 1995-ൽ അവർ തന്റെ ജീവചരിത്രം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആ ജീവചരിത്രത്തിൽ ഡ്രീംസ് ഓഫ് ട്രാൻസ്ഗ്രഷൻ എന്ന പേരിലുള്ള ഡ്രീംസ് ഓഫ് ട്രാൻസ്പാസ് എന്ന പേരിലുള്ള തന്റെ ജീവചരിത്ര ഗ്രന്ഥത്തിൽ 1995-ൽ പുറത്തിറങ്ങിയ ജീവചരിത്ര ഗ്രന്ഥത്തിൽ അതിര് കടക്കുന്നതിനു വേണ്ടിയുള്ള സ്വപ്നങ്ങളുമായി ചെറുപ്പകാലഘട്ടത്തിൽ ജീവിച്ച അവരുടെ ചെറുപ്പത്തിലുള്ള ഇഷ്ടം പോലെ പണം വീട്ടിലുള്ള വലിയ പണക്കാരന്റെ മകളായി ജനിക്കുകയും എന്നാൽ ആണുങ്ങളെപ്പോലെ വേണ്ട രൂപത്തിൽ ആസ്വദിക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ചെറുപ്പത്തിൽ ഹൃദയത്തിനകത്ത് ഉടലെടുത്ത ഇസ്ലാം വിരോധത്തിന്റെ ബീജങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പ്രസ്തുത പുസ്തകത്തിന്റെ വരികൾക്കിടയിലൂടെ വായിച്ചാൽ നമുക്ക് ലഭിക്കും. അത് കഴിയുന്നതോടുകൂടിയാണ് 1995-ൽ ഇവരുടെ ഇസ്ലാമിക് ഫെമിനിസവുമായി ബന്ധപ്പെട്ട മുസ്ലിം സ്ത്രീകളെ വിമോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളുടെ അവസാനിക്കുന്നതോടുകൂടിയാണ് പുതിയ ഞാൻ പറഞ്ഞ ആമിന വദൂദിന്റെ പുസ്തകങ്ങളെ പോലെയുള്ളവ പുറത്തു വരുന്നത്. ശേഷം പല തലങ്ങളിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പല തലങ്ങളിലുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവുകയുണ്ടായി. ഞാൻ പാശ്ചാത്യ ലോകത്തെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളുടെ കാതൽ എന്നുള്ള നിലക്കാണ് ഈ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഈ പുസ്തകങ്ങൾ പലതും പുറത്തിറങ്ങി, പല സ്ഥലങ്ങളിൽ നിന്നായി. ഇർഷാദ് മാഞ്ചി എന്നറിയപ്പെട്ട ഒരു മുസ്ലിം വിമോചക പ്രവർത്തക, അവരുടെ ദ ട്രബിൾ ഓഫ് ഇസ്ലാം ടുഡേ എന്ന പുസ്തകം പല രൂപങ്ങളിൽ പല കോലങ്ങളിൽ 2001 മുതൽ 2005 വരെയുള്ള സമയത്ത് പല ഹെഡിങ്ങുകളോടുകൂടി പുറത്തിറങ്ങിയ പുസ്തകമാണ്. ഇതിലെല്ലാം പറയാനുള്ളത് പഴകിപ്പൊളിച്ച ഇസ്ലാമുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ്. മുസ്ലിം പേരുള്ള അവരാരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ മെർണീസിക്ക് ശേഷം നമ്മൾ കാണുന്ന ഒരു പുതുമയാർന്ന ശൈലിയുണ്ട്. അത് മറ്റൊന്നുമല്ല, മുഹമ്മദ് നബിയും വിശുദ്ധ ഖുർആനും നമുക്ക് നൽകിയ സകലവിധ സ്വാതന്ത്ര്യങ്ങളുമുണ്ട്. ആ സ്വാതന്ത്ര്യങ്ങൾ, മുസ്ലിം സ്ത്രീക്ക് നൽകിയ സ്വാതന്ത്ര്യങ്ങൾ, ആ സ്വാതന്ത്ര്യങ്ങൾ മുഴുവനും നശിപ്പിച്ചത് പിൽക്കാലഘട്ടത്തിലെ ഇസ്ലാമിന്റെ ആൺപക്ഷ വ്യാഖ്യാനങ്ങളാണ്.